Hello everyone, welcome back to my YouTube channel and a new video. Today we'll be analyzing the poem Cliff by Rin Ishigaki, which comes under S3 World Literature second paper. So talking a bit about the poet, Rin Ishigaki is a Japanese poet, most famous for her poem Nameplate. She was known as the bank clerk poet because all of her writing was done on the side of her job as a clerk at the Industrial Bank of Japan, and her work frequently appeared in her employer's newsletter. She was openly critical about environmental devastation, war, and nuclear power, and some of her poems are used in Japanese language textbooks, and she is therefore one of the best known contemporary poets in Japan. And the poem that we are learning, that is Cliff, it is about the collective suicide of soldiers and civilians. Many of them were women, which took place on the island of Saipan in July 1944. And this was the inspiration. This was a real life incident that was the inspiration for this poem. And the main theme in this poem is also the meaninglessness of war. And this is the poem. It's a very short poem. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസിഡൻ്റ് ആണ്. 1944 എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലോക മഹായുദ്ധ സമയത്ത് നടന്ന ഒരു രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് പറയാം. കാരണം ആ സമയത്ത് സോൾജേഴ്സും സിവിലിയൻസും കൂട്ട ആത്മഹത്യ ചെയ്യുന്നു. ഒരു മാസ് സൂയിസൈഡാണ് അവിടെ നടക്കുന്നത്. ആ ഒരു ക്ലിഫിൽ നിന്ന് ചാടി അവർ മരിക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു പോയറ്റിൻ്റെ ബേസായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയും അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു യുദ്ധത്തിൻ്റെ അവസാനം അത്രയും ആൾക്കാരും ആ ഒരു കൂട്ടമരണം ചെയ്യാൻ തീരുമാനിക്കുന്നതും അങ്ങനെ മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളാണെന്നും ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിൽ കൂടുതലും പോയറ്റ് ഫോക്കസ് ചെയ്യുന്നതും സ്ത്രീകളെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും 3 കാര്യങ്ങളാണ് പോയറ്റ് പറയുന്നത്. ഒരു പക്ഷേ വേർച്യു, അല്ലെങ്കിൽ അവരുടെ ഒരു ഓണർ സംരക്ഷിക്കാൻ, അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു മരണം സ്വീകരിച്ചതെന്നൊരു അലിഗേഷൻ. നമുക്ക് അഗൈൻ ഗസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് അവരങ്ങനെ മരിക്കാൻ തീരുമാനിച്ചതെന്ന്. ആദ്യത്തേത് ഒരു പക്ഷേ അവരുടെ ഒരു ഓണർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കാരണം യുദ്ധത്തിൻ്റെ അവസാനം ശത്രുക്കൾ പല സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും പല സിറ്റുവേഷനിലും അവരെ കൊന്നു തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു റേപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജോഹർ പോലത്തുള്ള കാര്യങ്ങൾ. കൂടുതലും രജ്പുട്ട് സ്ത്രീകളായിരുന്നു ആ ഒരു ജോഹർ ചെയ്തിരുന്നത്. അതായത് ഒരു ശത്രു രാജ്യം ജയിക്കുകയാണെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാർ മരിക്കുന്ന ഒരു അവസ്ഥയിൽ ശത്രു രാജ്യം ജയിക്കുമ്പോൾ ശത്രുക്കൾ ഇവിടെ വന്ന് അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും അവരെ ദാസികളാക്കി മാറ്റുകയും അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അവരെ തന്നെ കൊല്ലുന്നു, അങ്ങനത്തുള്ള അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അതായിരുന്നു. ജോഹർ എന്ന് പറയുന്നത് തീ കൂട്ടുക, അതിലേക്ക് സ്വയം ചാടി മരിക്കുക. അപ്പോൾ അതുപോലെ ഉള്ളൊരു രീതിയിലുള്ളൊരു സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ആ ഒരു കൂട്ടമരണം കാണാം. അങ്ങനെ ഒരു ഡിഗ്നിറ്റി രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഒരു പക്ഷെ ആ ഒരു ക്ലിഫിൽ നിന്ന് ചാടി മരിച്ചതെന്ന് ഒരു ഗസ്. രണ്ടാമത്തേത് പറയുന്നത് ഡ്യൂട്ടിയാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, യുദ്ധത്തിൽ കൂടുതലും പുരുഷന്മാരാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുക, അതിനു വേണ്ടി പോരാടുക. അതുപോലെ സ്ത്രീകളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നതും അവരുടെ ശരീരവും അവരുടെ കുടുംബത്തെയും രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പോരാട്ടം എന്നുള്ളൊരു രീതിയിൽ ഇത് കാണാം. കാരണം ഒരു പക്ഷേ ഇങ്ങനെ ചാടി മരിച്ചുകൊണ്ട് അവർ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് ഒരു പക്ഷേ ഒരു രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അപ്പിയറൻസ് പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്ന മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഒരു
ശരീര ഉപദ്രവം ഏൽക്കുന്ന ഒരു സ്ത്രീക്ക് സമൂഹം എപ്പോഴും അവളെ ആയിരിക്കും ഒരു പക്ഷേ കുറ്റം പറയുന്നത്. അവളിട്ട വസ്ത്രം, അല്ലെങ്കിൽ അവൾ സംസാരിച്ച രീതി, അവൾ നടക്കുന്ന ശൈലി, അതൊക്കെ ആയിരിക്കും കുറ്റം പറയുന്നത്. ഒരു രീതിയിൽ സ്ത്രീകൾ പ്രൊവോക്ക് ചെയ്തു എന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എന്താണ്, ഒരു രീതിയിൽ നമ്മൾ ഉർവശി ഭൂത്താലിയുടെ ഓണർ എന്നൊരു ചാപ്റ്റർ S2 പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടത് അതാണ്. പാർട്ടീഷൻ്റെ സമയത്ത് പല ഹിന്ദു കുടുംബങ്ങളിലും സ്വന്തം പുരുഷന്മാർ തന്നെ അവരുടെ ഭാര്യമാരെയും സഹോദരിമാരെയും പെൺമക്കളെയും കൊന്നൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം പാർട്ടീഷൻ സമയത്ത് എന്താണ്, ആ ഒരു ലഹള നടക്കുന്ന സമയത്ത് മറ്റുള്ളവർ അവരുടെ വീട്ടിൽ ആക്രമിച്ച് കയറുകയും ഈ പുരുഷന്മാരെ കൊല്ലുകയും ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ടു പോവുകയും വീണ്ടും ആ ഒരു ശരീര ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിൻ്റെ പേര് രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമായിട്ടാണ് അന്ന് ഹിന്ദു കുടുംബങ്ങളിലെ പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ കൊന്നൊടുക്കിയത്. അതുപോലെ തന്നെയാണ് ഇവിടെയും അവരുടെ ഒരു കുടുംബത്തിൽ ശത്രുക്കൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ, അവർക്കൊരു പേര്, ഒരു ദോഷത്തിൻ്റെ പേര്, കളങ്കം ഏൽക്കാതിരിക്കാൻ എന്നുള്ളൊരു രീതിയിൽ അപ്പിയറൻസിന് വേണ്ടിയായിരിക്കാം, ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അവർ ഈ ഒരു കൂട്ടമരണം നടത്തിയതെന്നും പറയുന്നുണ്ട്. ആൻഡ് ദെൻ ദ പോയറ്റ് സീസ് ഓർ സംതിങ്. കാരണം പോയറ്റിന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന കാരണം കൊണ്ടാണ് ഈ ഒരു കൂട്ടമരണം നടന്നതെന്ന്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ പറയാം. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇത് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു കാര്യം നടന്നതെന്ന്. ബട്ട് ദെൻ അഗൈൻ അവിടെ വരുന്നത് തീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീനിങ്ലെസ്നെസ് ഓഫ് വാർ. കാരണം യുദ്ധം നടന്നതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാര്യം ചെയ്തത്. ഒരു പക്ഷേ യുദ്ധമില്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ ഒരു മരണം ഒരിക്കൽ പോലും ആഗ്രഹിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ലായിരുന്നു. ഈ ഒരു യുദ്ധം നടന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു കടുംകൈ ചെയ്യേണ്ടി വന്നത്. And that is what she says when she says the line, because they had to leap, they leapt somewhere which is nowhere. The cliff always turned the women upside down. ഈ ഒരു ഫ്രേസിന് രണ്ട് നമുക്ക് ഇൻ്റർപ്രറ്റേഷൻ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് ആണ്. ദാറ്റ് ഈസ് വെൻ യു ജംപ് you won't land the same way you jumped. You will be toppled over, hitting the rocks. So it could be the literal meaning that the women who jumped from the cliff literally turned upside down, or it could be a metaphorical meaning, that is the upside down referring to the skewed judgment. കാരണം ഒരുപക്ഷെ അവർക്കിങ്ങനെ ചെയ്യാൻ കാരണം വീണ്ടും ഒരു രക്ഷയില്ല, പോരാടാൻ ഒരു രീതിയിലുള്ളൊരു വഴിയുമില്ല എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ വീണ്ടും ആരാണ് ഉണ്ടാക്കിയത്? ഒരു രീതിയിൽ നമുക്ക് സമൂഹം തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. സ്ത്രീകൾ അബലയാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് ശക്തിയില്ല എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ സ്വയം മരിക്കുക എന്നുള്ളതാണ് എന്നുള്ളൊരു രീതിയിൽ ഒരു ഐഡിയോളജി പരതുമ്പോൾ, ആ ഒരു രീതിയിലാണ് ആ ഒരു സ്ത്രീയെ വളർത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഝാൻസി റാണി തൊട്ട് നമ്മൾ കാണുന്നതാണ് സ്ത്രീകൾക്കും പോരാടാൻ സാധിക്കുന്നതാണ്, പോരാടി മരിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് ചാലഞ്ച് ചെയ്യാം. പക്ഷെ പൊതുവായിട്ടുള്ളൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നത് ഇങ്ങനെ സ്ത്രീകൾ ഒരു യുദ്ധം നടക്കുമ്പോൾ പുരുഷൻ മരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ സ്വയം ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ഐഡിയോളജി അതുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ ഒരു ഐഡിയോളജി വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം, രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ല ഒരു തോന്നലുണ്ടായത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു മരണം സ്വീകരിച്ചത്. സോ ദാറ്റ് ഈസ് ദ മെറ്റഫോറിക്കൽ മീനിങ്. അവസാനത്തെ സ്റ്റാൻസ പറയുന്നത്, ഈ സ്ത്രീകൾ ഈ ഒരു ക്ലിഫിൽ നിന്ന് ചാടി മരിച്ച ആരും തന്നെ അവിടുത്തെ ഒരു കടലിൽ എത്തിപ്പെട്ടിട്ടില്ല. അതിൽ ഉദ്ദേശിക്കുന്നത് ഈ മരിച്ച ആൾക്കാരുടെ മൃതദേഹം ഒട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു രീതിയിലൊരു ഇൻ്റർപ്രറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് പറയാണ് 15 വർഷം കഴിഞ്ഞു ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോഴും ആ സ്ത്രീകൾ ആരാണെന്നോ, അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണെന്നോ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം തീരുമാനമെടുത്തത് ഇതിനെപ്പറ്റിയുള്ള യാതൊരു ധാരണയും നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള
ആരും ആലോചിക്കുന്ന പോലുമില്ല. So the central idea is that they're not getting any closure or justification for the loss of their death. കാരണം ഇത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കാഷ്വാലിറ്റിയാണ്. പക്ഷേ അവരുടെ മരണത്തിന് അവർക്കൊരു ക്ലോഷർ ലഭിക്കുന്നില്ല. കാരണം ഇത്രയും ഒരു യുദ്ധം കഴിയുമ്പോൾ പോലും ഒരുപക്ഷെ മരിച്ച സൈനികർക്ക് ഒരുപക്ഷെ ഒരു മെൻഷനിങ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൽ ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ഒരു റെക്കഗ്നിഷൻ കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പിന്നാമ്പുറത്ത് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ആണെന്ന്. ഇങ്ങനത്തെ രീതിയിൽ റെസിസ്റ്റ് ചെയ്ത ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. അവരെ ആരും ഓർക്കുന്നു പോലുമില്ല. അവരുടെ ഒരു രീതിയിലുള്ളൊരു ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലില്ല. അതാണ് ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 15 വർഷം കഴിഞ്ഞപ്പോൾ പോലും ആരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം നമ്മൾ ലോകമഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും നമ്മൾ അതിലെ മെയിൻ ഫിഗേഴ്സിനെ പഠിക്കുന്നു, യുദ്ധക്കളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ ഓരോ ചെറിയ ഇൻസിഡൻസ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ വേണ്ടവോളം പഠിക്കുന്നുമില്ല, അതിനെക്കുറിച്ചൊരു അറിവ് നമുക്കില്ല. പക്ഷേ അവരെ ഒരു കാഷ്വാലിറ്റി എന്നും പറഞ്ഞ് എഴുതി തള്ളാനും പറ്റത്തില്ല. കാരണം അതും ഞാൻ പറഞ്ഞു ഒരു രീതിയിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അവർക്ക് അർഹിക്കുന്ന ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നില്ല. സോ ഈ ഒരു പോയത്തിലെ മെയിൻ തീമും നമുക്കത് പറയാം. വുമൺഹുഡ്, ദാറ്റ് വി ടോക്ഡ് അബൌട്ട് ദി ഐഡിയോളജി ദാറ്റ് സൊസൈറ്റി ഇമ്പോസസ് and the form of resistance that the women usually do in a war. We talk about war itself, because none of this would have happened had there not been a war. And the meaninglessness of death, because even though all these people have died, they're not getting acknowledged, they're not getting any sort of recognition, or they're just being labeled as casualties. സോ ഇതാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ കുറച്ച് തീംസ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ തീംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ആലോചിക്കുക. I would appreciate it a lot. So I'll see you in the next video. Till then, take care.